മെയ് ദിനത്തിൽ ഭിക്ഷാടന മാർച്ച് പുനലൂരിൽ സംഘടിപ്പിക്കും. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കലയനാട് മുതൽ പുനലൂർ ചെമ്മന്തൂർ ജംഗ്ഷൻ വരെയാണ് ഭിക്ഷാടന മാർച്ച് സംഘടിപ്പിക്കുന്നത്. വാളക്കോട് റെയിൽവേ പാലം പുനർനിർമ്മിക്കുക, പുനലൂർ സാംസ്കാരിക സമിതി രണ്ടാം ഘട്ട സമരത്തിലേക്ക് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മെയ് ദിനത്തിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഭിക്ഷാടന മാർച്ച് നടത്തുന്നത്. TV അവതാരകനും പ്രഭാഷകനുമായ ഹരി പത്തനാപുരം ഭിക്ഷാടന മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാംസ്കാരിക സമിതി പ്രസിഡന്റ് AK നസീർ, ജനറൽ കൺവീനർ ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങൾ, ഏതാണ്ട് 1.5 നൂറ്റാണ്ടാകുന്ന ഒരു 5 മീറ്റർ മാത്രം നീളമുള്ള ഒരു പാലം. ഈ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊരു പത്രസമ്മേളനം ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു നക്കല് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറെ നാളുകളായി ഈ പാലത്തെ കുറിച്ച് മാറി മാറി വരുന്ന MLA-മാർ, മാറി മാറി വരുന്ന MP-മാർ, നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക്, അതായത് കൊല്ലം ജില്ല കേരളത്തിന്റെ ഒരു അതിർത്തി ഭാഗം കൂടിയാണ് നമ്മുടെ ആര്യങ്കാവ്. ഇവിടുന്ന് ചരക്ക് വാഹനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ 10 ടണ്ണിൽ കൂടുതലായി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 10 ടണ്ണിൽ കൂടുതൽ വരുന്ന വാഹനങ്ങളെ കുളത്തുപുഴ വഴി തിരിച്ചുവിടുകയായിരുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ 5 ഗവൺമെന്റ് ബോർഡുകൾ കേരളത്തിന്റെ, അതായത് തെമ്മല, അതുപോലെ തന്നെ ആര്യങ്കാവ്, വാളക്കോടിന്റെ അപ്പുറവും ഇപ്പുറവും 2 ബോർഡ്, പിന്നെ കൂടാതെ പ്ലാച്ചേരി ജംഗ്ഷനിൽ ഒരു ബോർഡ്. ആ ബോർഡിനകത്ത് എഴുതി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, എന്താണ് 10 ടണ്ണിൽ കൂടുതൽ പോകാനുള്ള വെയിറ്റ് ചെയ്തിട്ട് മുകളിലൂടെ പോകാൻ പാടില്ല, എന്ന് വെച്ചാൽ 10,000 കിലോ. സാംസ്കാരിക സമിതി പ്രസിഡന്റ് AK നസീർ ജാഥ ക്യാപ്റ്റനായിരിക്കും. 1877 പുനലൂർ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. 1904 കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ നിലവിൽ വരുന്നത്. അക്കാലത്താണ് വാളക്കോട് റെയിൽവേ മേൽപ്പാലവും നിർമ്മിക്കപ്പെടുന്നത്. ഈ പാതകളുടെ വികസനത്തോടെയാണ് പുനലൂരും കൊട്ടാരക്കരയും കുണ്ട്രയുമൊക്കെ മികച്ച വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളായി മാറിയത്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയായതോടെ വികസനങ്ങൾക്ക് ആക്കം കൂടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയും റെയിൽവേയുടെ ഗേജ് മാറ്റങ്ങളും നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. അതോടെ പഴയ കീഴ്പ്പാലങ്ങളും മേൽപ്പാലങ്ങളും അത്യപൂർവങ്ങളായ തുരങ്കങ്ങളും പുനർനിർമ്മിക്കപ്പെട്ടു. കൊല്ലം ചെങ്കോട്ട വരെയുള്ള എല്ലാ പാലങ്ങളും പുനർനിർമ്മിച്ചപ്പോഴും വാളക്കോട് പാലത്തിന്റെ നിർമ്മാണം മാത്രം കടങ്കഥയായി എന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ പോകുന്നത് വാഹനം പോലും 35 ടണ്ണാണ്. ടോറസ് വാഹനം 35 ടണ്ണാണ്. ഈ 35 ടണ്ണ് വാഹനത്തിനകത്ത് കയറ്റുന്ന ലോഡ് എന്ന് പറയുന്നത് 35 ടണ്ണാണ്. പിന്നെ അപ്പൊ 35 ടണ്ണായി. ഈ 70 ടണ്ണ് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് 5 ടണ്ണൂടെ കയറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷെ ഈ വാഹനം റോഡിലൂടെ ഓടണ്ട എന്ന് പറയുവാൻ പുനലൂർ സാംസ്കാരിക സമിതിക്ക് നമുക്ക് ആർക്കും അവകാശമില്ല. റോഡ് ടാക്സ് അടച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു പാലം പണിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഈ 5 മീറ്റർ മാത്രം പാലമുള്ള ഈ പാലത്തിന് എങ്ങനെയാണ് NH എന്ന പേര് വന്നതെന്ന് വളരെ വലിയൊരു സംശയമുണ്ട്. അങ്ങനെ ഞാനും നമ്മുടെ പ്രസിഡന്റ് ബാബുസാഹിബ് കയറി നെറ്റി മൊത്തം ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാകുന്നത്, ഈ ഒരു പാലത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നെറ്റിൽ കിടക്കൂല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. കാര്യം അത് കിടപ്പുണ്ടായിരുന്ന 5 മീറ്റർ മാത്രമേ ഉള്ളായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇതിലേക്കൂടെ വാഹനം ഓടാൻ കഴിയില്ല. സത്യത്തിൽ തെമ്മലയിൽ നിന്നും പുനലൂർ വഴി ഈ വാളക്കോട് പാലത്തിൽ വാഹനം കയറി പോകുന്നത് വളരെ അപകടകരമായ അവസ്ഥ മാത്രമല്ല, അവിടെ പരിസരത്തുള്ള സ്കൂളുകൾ അറിയാമല്ലോ, 2 സ്കൂളാണ്, ചൈതന്യ, VHS. നാട്ടുകാർ പോലും ഇതുവരേക്ക് ആ കാൽനടയാത്രയായിട്ട് പോകാൻ പറ്റാത്ത ആ റോഡിൽ എങ്ങനെ കുട്ടികൾ സഞ്ചരിക്കും? ഇപ്പൊ ജൂൺ മാസത്തില് പിന്നെ അടുത്തൊരു വെക്കേഷൻ കഴിച്ച് പിള്ളേർ പോവുകയാണ്. നമുക്കറിയാം, കുറെ നാളുകൾക്ക് മുമ്പ് കലയാട് പ്ലാച്ചേരി ഭാഗത്തുള്ള ഒരു വിദ്യാർത്ഥി അവിടെ കാലിൽ വണ്ടി കയറിയിട്ട് അപകടത്തിൽ മരണപ്പെട്ട ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപകടങ്ങൾ അവിടെ നടന്നിട്ടും ഈ പാലം മാത്രം പണിയതില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് അധികാരികൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം നടത്തുന്നത്. ഈ ഒരു പത്രസമ്മേളനം മുമ്പിൽ ഈ ഒരു ഭിക്ഷാടനത്തിനെ കുറിച്ച് എന്താണ് ആ ഇപ്പൊ ഈ ഭിക്ഷാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എന്ന് കൂടെ നമ്മൾ പറയുന്ന മറ്റൊന്നുമല്ല. ഈ 5 മീറ്റർ വീതിയാണ് വാളക്കോട് മേൽപ്പാലത്തിനുള്ളത്. കഷ്ടിച്ച് ഒരു സമയത്ത് ഒരു വാഹനത്തിന് മാത്രമേ അതിലൂടെ കടന്നുപോകാൻ കഴിയൂ എന്നിരിക്കെ കാൽനട യാത്ര പോലും അസാധ്യമായി. മാത്രമല്ല, സമീപ പ്രദേശത്തും പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് പോയി വരാനും മറ്റും വഴിയില്ലാതായി. മാത്രമല്ല, പാലത്തിന്റെ കൈവരിയും ഏകദേശം തകർന്നു കിടക്കുകയാണ്. അടർന്നു വീഴുന്ന കരിങ്കൽ ഭിത്തികൾ, പൊട്ടിപ്പൊളിഞ്ഞ കോൺക്രീറ്റുകൾ തുടങ്ങിയവ സ്ലാബിലെ കമ്പികളാകെ തുരുമ്പെടുത്തു തുടങ്ങി.
2 വർഷം മുൻപ് സംസ്ഥാന സർക്കാർ പുനലൂർ ആര്യങ്കാവ് റോഡ് വികസനത്തിനായി 1500 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ NH 214 ഗ്രീൻഫീൽഡ് ഹൈവേ പ്രഖ്യാപനമുണ്ടായത്. കടമ്പാട്ടുകോണം മുതൽ ആര്യങ്കാവ് വരെ 79 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അത്യാധുനിക റോഡ് പ്രാവർത്തികമാകുമ്പോൾ കൊല്ലം ചെങ്കോട്ട റോഡിന്റെ പദവി നഷ്ടമായേക്കാം. ഇതുമൂലം കല്ലുംതാഴം മുതൽ ഇടമൺ വരെയുള്ള റോഡിന്റെ വികസനം തടസ്സപ്പെടാനാണ് സാധ്യത. കുണ്ടറ, കൊട്ടാരക്കര, പുനലൂർ തുടങ്ങിയ പട്ടണ പ്രദേശങ്ങളുടെ വികസനവും നിലയ്ക്കും. വാളക്കോട് മേൽപ്പാതയുടെ നിർമ്മാണത്തിന് 120 കോടി രൂപ അനുവദിച്ചതായും NAI അതിന് അനുമതി വൈകിക്കുന്നതായും വിവിധ തലങ്ങളിൽ നിന്നും വാർത്തകൾ വരുന്നു. ഇതിന് ഉത്തരവാദികളായ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കെടുകാര്യസ്ഥതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനുമാണ് പുനലൂർ സാംസ്കാരിക സമിതി തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ നമ്മുടെ യാത്രയാണ്. ഓരോ ജനങ്ങളുടെ കയ്യിലും ഈ നോട്ടീസ് കൊടുത്ത് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അതിന്റെ ആവശ്യകത. ഡ്രൈവർമാർക്ക് എല്ലാവർക്കും അറിയാം, ഈ പാലത്തിലൂടെ ഈ NH എന്ന നാഷണൽ ഹൈവേയിലൂടെ ഈ പാലത്തിലൂടെ വാഹനം കടന്നുപോകാൻ അനുവാദം കൊടുത്തത് ആരാണ് തുടങ്ങി കാര്യങ്ങളൂടി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കും. പിന്നെ കൂടാതെ ഞങ്ങളുടെ ഇതുകൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ പണി അടിയന്തരമായി നടത്തുന്നതിന് പിന്നെ കൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതിന്റെ ഒരു കേസ് നമ്മൾ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് അഴിമതികളും അധികാരികളുടെ ആവശ്യമില്ലാത്ത കൈയെടുത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ പാലത്തിലൂടെ ഈ നാഷണൽ ഹൈവേ എന്നുള്ള സംവിധാനത്തിലാണെങ്കിൽ ഈ പറഞ്ഞ വാളക്കോട് പാലം അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പക്ഷേ ഇതൊരു വൻ അഴിമതിയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഈ അപകടകരമായ കൂറ്റൻ ടോറസുകൾ. ഈ ടോറസുകൾ പോകാൻ പറ്റിയ റോഡാണ്. നമ്മൾ ആലോചിച്ചു അതിനൊക്കെ നമ്മൾ വേറൊരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് പുനലൂർ മുതൽ ആര്യങ്കാവരും അതെല്ലാം പാലങ്ങൾ ഉൾപ്പെടെ ഉള്ളത് തകർന്നടിഞ്ഞ് ഈ വണ്ടിയുടെ വെയിറ്റുകൾ കയറിയിട്ട് റോഡ് ഇല്ലാതായി കഴിഞ്ഞു. ഇത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ ഈ അധികാരികൾ ഉറക്കം നടിക്കുകയാണെന്ന് പറയുമ്പോൾ എത്രത്തോളം ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ടോറസുകളൊക്കെ ഓവർടേക്ക് പോകാൻ എന്തുമാത്രം പാടാണ്. അപ്പം ഇതൊരു വലിയ അപകടമായി സ്ഥിരമായിട്ട് ബസ്സിനകത്ത് വന്ന് കയറി അതിനൊക്കെ റോഡുകളിൽ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട്. ടോറസുകൾ ഓടുന്നതായി നിങ്ങൾ പറയുന്നില്ല, പക്ഷെ ടോറസുകൾ ഓടുന്നതിനുള്ള സംവിധാനത്തിലുള്ള റോഡ് ഉണ്ടാക്കിയിടുക, നല്ല പാലം ഉണ്ടാക്കിയിടുക എന്നുള്ള ആശയം മുൻനിർത്തിയാണ് ഈ 2ാം ഘട്ട സമരം ഞങ്ങൾ തുടങ്ങുന്നത്. അത് പുതിയതായിട്ട് ഇപ്പൊ ജയിച്ചു വരുന്ന MP ആരായിക്കോട്ടെ, ഏത് പാർട്ടിയുടെ MP ആയിക്കോട്ടെ, അടുത്ത 3ാം ഘട്ട സമരം അതിന് മുമ്പിട്ട് തന്നെ വോട്ടെടുന്നതിന് മുമ്പിട്ട് തന്നെ തുടങ്ങി അവരുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ പാലം അവിടെ നൽകാൻ കഴിയും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പദസമരം. എത്രയും വേഗം വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണം. അത് പ്രാവർത്തികമാകും വരെ സാംസ്കാരിക സമിതി സമരമുഖത്ത് ഉറച്ചു നിൽക്കും. അതിന്റെ മുന്നോടിയായുള്ള 2ാം ഘട്ട സമരമുഖത്തേക്ക് മെയ് ദിനത്തിൽ ഭിക്ഷാപാത്രവുമായി സമീപിക്കുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.